ഏട്ടാ, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാ ഏട്ടന് ബുദ്ധിമുട്ടാവോ? നീ എന്താ അങ്ങനെ പറയണേ? എല്ലാ ബാധ്യത ഒഴിച്ചിട്ട് ഏട്ടൻ സ്വസ്ഥായതല്ലേ, വീണ്ടും ഞാൻ വന്നേക്കുമല്ലേ? നീ വേണ്ടാത്ത ഒന്നും ആലോചിക്കണ്ട. എന്താ വേണ്ട അത് പറ. ഞാൻ തയ്യൽ പഠിക്കട്ടെ. ഏട്ടന്റെ കടയുടെ ഉമ്മർത്തൊരു മെഷീനിട്ട് എനിക്കും ഇരിക്കാലോ. എന്താ നീ എനിക്കൊരു ഭാരായും തോന്നുന്നുണ്ടോ? അതല്ലേ ഏട്ടാ, വെറുതെ ഇരിക്കുമ്പോ ഒരു മടുപ്പ്. നേരം പോകാനാണെങ്കിലും ആയിക്കോട്ടെ, അല്ലാതെ നീ ജോലി ചെയ്ത് കാശുണ്ടാക്കേണ്ട കാര്യമൊന്നും ഇപ്പൊ ഇല്ല, ഏട്ടൻ ഉള്ളിടത്തോളം കാലം. പിന്നെ ഒരു അപേക്ഷയും കൂടെ ഉണ്ട് എനിക്ക്. എന്നെ ഓർത്ത് ഏട്ടൻ ജീവിതം വേണ്ടെന്ന് വെക്കാൻ ആലോചനെങ്കിൽ ഞാൻ നിൽക്കില്ല ഇവിടെ. നരകാണെങ്കിലും എന്റെ മോളുടെ അച്ഛന്റെ വീടുണ്ട് അവിടെ. നിന്നോട് ആരാ അതൊക്കെ പറഞ്ഞേ? കല്യാണം ഒഴിഞ്ഞു പോയത് അവർക്ക് വേണ്ടെന്ന് വെച്ചിട്ടാ. അത് പോണെങ്കിൽ പോട്ടെ, ലോകത്ത് വേറെ ഇല്ല പെൺകുട്ടികള്. അടുത്ത ആഴ്ച. ഏട്ടാ വേണ്ട, ഈ ലോകത്ത് എന്നെ പോലെ ഏട്ടനെ മനസ്സിലാക്കി വേറെ ആരുമില്ല. അമ്മ എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാം, അതുപോലെയല്ല സുമ. ഇപ്പൊ എല്ലാവർക്കും സമാധാനായി. പൊളിക്കും ഞാൻ, ചവിട്ടി ഞാൻ പൊളിക്കും. എന്താണ് നീ കുന്തം പിഴിഞ്ഞ പോലെ നോക്കണേ? ജോസും മനുഷ്യനാടാ. ഇനി ജോസ് ഒരു മനുഷ്യനും വക വയ്ക്കില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തൂടാ? എന്റെ മുറ്റത്ത് കയറരുത്, കിടക്കണ പുറത്ത്. നീ കിടക്കണ പുറത്ത് പേടിപ്പിക്കുക ജോസിനെയാ. നല്ല കാര്യായി, പള്ളിയിൽ പറഞ്ഞാ മതി. എന്തേ കൊല്ലണോ? കൊന്നോ? തയ്യാറാ, റെഡി മണി. പക്ഷെ എന്റെ പെണ്ണിനെ എനിക്കൊന്ന് കാണണം. കടന്ന് പോടാ നായേ. നീ പോടാ പൂച്ച. എനിക്ക് കാണണം. എനിക്ക് എന്റെ പെണ്ണിനെ കാണണം. എനിക്ക് എന്റെ പെണ്ണിനെ ഒന്ന് കാണണം. അടിക്കുന്നേ പോയാ സഹിക്കാൻ പറഞ്ഞിട്ട് കുറെ ആയി. ഞാൻ സംസാരിക്കാം, ഏട്ടൻ പേടിക്കണ്ട. മനസ്സിലായോ സുമ? കരയണ്ട, ഇത് കള്ളിന്റെ കരച്ചിലാ. ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങളെ സ്നേഹിച്ചു, അതിന്റെ ശിക്ഷ 4-5 കൊല്ലം ഞാനും എന്റെ ഏട്ടനൊക്കെ അനുഭവിക്കുകയാണ്. ഇന്ന് ഞാനൊരു വിധവയാണ്, കുറെ കൂടി പേടിക്കണം. ഇനി പഴയ പോലെ അനാവശ്യങ്ങൾ പറഞ്ഞു നടന്ന എന്റെ ശവം കൂടി നിങ്ങൾ കാണും. അതും കാണണോ? മേലെ ഗേറ്റിന് മുന്നിൽ വരരുത്, നിങ്ങളുടെ ശബ്ദം ഞാൻ കേൾക്കരുത്. ഞാൻ ജീവിച്ചോട്ടെ, എനിക്കൊരു മോളുണ്ട്. കല്യാണത്തിന് വന്നാ? ഇന്നല്ലേ 15-ാം തീയതി? പന്തലൊന്നും കാണാനില്ലല്ലോ. പായസമൊക്കെ ഉണ്ടല്ലോ അല്ലേ?
പായസം നമുക്ക് പാൽപ്പായസം വെച്ചിട്ടുണ്ട് ഞാൻ ഓടരുത് വേണ്ട, എന്നെ തല്ലരുത്. നിക്കണ പറഞ്ഞേ പൂക്കളി നിക്കണ എന്നെ തല്ലി ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കും. വേണ്ട. തന്നെ കളിപ്പിക്കരുത് വേണ്ട ജവാനെ. നിക്കണേ സുധാകര പറഞ്ഞേ എന്താ ഈ കാട്ടണത്? വേണ്ട. അയ്യോ എന്ത് പറ്റി മോളെ? എന്താ കള്ളത്തരം കാട്ടണ്ട എനിക്ക് പോടി മോളെ മോളെ നിറ്റ് പോവാൻ എന്ത് അക്രമാടാ ഈ കാട്ടിയത്? തല്ലി കൊന്നു മോളെ 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 എന്റെ കുട്ടി നീക്കൂട്ടി വേഗം ഒരു വണ്ടി വിളിക്ക്, എന്നിട്ട് ആശുപത്രി കൊണ്ടുപോടാ. ഈശ്വരാ എന്ത് സമാധാനം പറയും മോളെ. വെള്ളം വെള്ളം നോക്കി നിക്കാണ്ടത്തിരി വെള്ളം കൊണ്ടടാ മോളെ. ഈശ്വരാ, എന്റെ ഗുരുവായൂരപ്പ ഒന്നും വരുത്തല്ലേ. ഒരു പാൽപ്പായസം ഞാൻ കഴിച്ചോളാം. ഒന്നാക്കണ്ട, 2 പാൽപ്പായസം ആയിക്കോട്ടെ. ഇങ്ങനെ മുമ്പുണ്ടാകാറുണ്ടോ മോളെ? കൊറേ അടി എനിക്ക് കിട്ടി. അതിന് നല്ല പാൽപ്പായസം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക് നിങ്ങളുടെ മോനോട്. എന്താ കുട്ടി എന്റെ മറ്റേ കാലം കൂടെ ഓടിച്ചില്ലെങ്കിലേ എന്റെ പേര് ഇന്ദുന്നല്ല. പട്ടാളം എന്തേട്ടാ കൊച്ചു കുട്ടികളെ പോലെ. ഇവിടെ ആരാ മുളന്നറിയോ? പേരും കള്ളിയാ. മുല്ലശ്ശേരി ഇങ്ങനെ ഒരു അസുരത്ത് എങ്ങനെ ഒന്ന് പറഞ്ഞാവോ? അമ്മു ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്കും മോളെ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ പറ്റിയ നിനക്ക്? സുഖമില്ലേ? ഇല്ല. എന്താ സുഖമില്ലായ്മെന്ന് പറയേ. ദേ മുത്തച്ഛനാകെ വിഷമിച്ചിരിക്കുക. ഞാൻ 10-18 വയസ്സായ പെൺകുട്ടിയാ. എല്ലാ കാര്യങ്ങളും മുത്തശ്ശനോട് പറയാൻ പറ്റുമോ? മുത്തശ്ശിയോട് പറയാലോ. എന്താ വയറ്റിൽ വേദനയുണ്ടോ? വേദനയല്ല, വയറ്റിനുള്ളിൽ കുട്ടി. എന്താ മതിയോ? അത് കൊള്ളാം. ഞാൻ മോനോടൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ. മുത്തശ്ശി ഒന്ന് പോകുന്നുണ്ടോ? ആ പാൽ അവിടെ ഇരുന്നോട്ടെ, കിടക്കാൻ നേരത്ത് കുടിച്ചോ. എന്നെ 5 മണിക്കൊന്ന് വിളിക്കോ? എന്തിനാ? പഠിക്കാനാ? അല്ല, അമ്പലത്തിൽ പോവാനാ. എന്നാ ആ പെണ്ണിനോട് 5 മണിക്ക് കുളിച്ചു എന്ന് വിളിക്കാൻ പറയാം. അവളെയും കൊണ്ടുവയ്ക്കോ ഒരു കൂട്ടിനെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ ഇവിടെ? ഈശ്വരന് കുറച്ച് പൂ വേണം. അതിന് സുധാരണ തരില്ല. ലോകത്തിലുള്ള എല്ലാം ദൈവത്തിന്റെ, പ്രത്യേകിച്ചും പൂക്കള്. അതെന്തിനാ സുധാരണ തരണേ? എനിക്ക് പേടിയാവും. അവിടെ നിക്കടെ, ഇങ്ങനെ ആരും കൊത്തിക്കൊണ്ട് പോയില്ല. എന്റെ ഈശ്വര, ആര് ചെയ്തി കടുങ്കൈ? എടി നോയിന്റെ മോളെ, മുല്ലശ്ശേരിയല്ലേ ഏത് രാജകുമാരിയെന്ന് തോന്നിയല്ലോ. നീ അങ്ങോട്ട് അങ്ങനെ വിട്ടാ ശരിയാവില്ലമ്മേ. വേണ്ടടാ, കേസും കൂട്ടുപോവും. പൊയ്ക്കോട്ടെ. എന്നെ പാമ്പ് കടിച്ചു. നിന്നെ പാമ്പല്ല, കാലപാമ്പ് കടിക്കണ്ടി. ഞാൻ പറയുന്നത് സത്യ. സത്യം പറഞ്ഞ ഒരു മുതല് സത്യവതി കടന്നുപൊടി, അല്ലെ അടിച്ചിന്റെ പല്ലിയാൻ കൊടുക്കും. അസത്തെ നോക്കട്ടെ. എവിടെ? അമ്മ ഇവിടെ പല വിദ്യയും കാണിക്കും. നിന്റെ വേല ഇനി ഇവിടെ വേണ്ട. കടന്നുപൊടി, കടന്നുപൊടി, പോയി. എടാ ചോര വരുന്നുണ്ടോ സുധാര? അയ്യോ, ഇനി പടി ചവിട്ടുണ്ടെങ്കിൽ അറിയാം. ചോരല്ല, ചങ്കും കരളും വരെ പുറത്തു വരുത്തോള്.
അത്രയ്ക്ക് വിളവത്തിയാ. എന്റെ ഈശ്വര, എത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്ന റോസ. ഇപ്പൊ നോക്കിയേ, ഇവൾക്ക് കണ്ണി ചോരല്ലേ? ഏട്ടാ, ആ കുട്ടി പറഞ്ഞത് ശരിയാ തോന്നുന്നു. പാമ്പുണ്ട് അവിടെ. എവിടെ എവിടെ എവിടെ? ദാ, അവിടെ. ഒന്നും വരിച്ചല്ലേ? കുട്ടി, വിഷം തൊട്ടുന്നത് സത്യം തന്നെയാണോ? എവിടെ? പേടിക്കണ്ട, ഒന്നും ഉണ്ടാവില്ല കുട്ടിക്ക്. ഏതോ വിഷമില്ലാത്തതാ. എന്റെ പൊന്നുമോളെ, എന്താ മുത്തച്ഛനെ കാണണേ? സാർ സമാധാനിക്കേ, ഒന്നും ഉണ്ടാവില്ല. എന്റെ ഒന്നും ഉണ്ടാവില്ല. സുധാര, എന്റെ കൈയും കാലും പറയ്ക്കണു. എന്റെ ഭഗവാനെ. സാറ് വണ്ടിയിലേക്ക് ഇറക്കിയോ? ഓ, ഞാൻ ഓർത്തോ. ഓ